ഞാനിതിന് രണ്ടിനും എതിരാണ്. പക്ഷെ ഞാൻ പോയില്ല. എന്തോ എനിക്കത് മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് ചിലപ്പോ എന്റെ കുഴപ്പം കൊണ്ടായിരിക്കും. എനിക്കെന്തോ അതിനെ കാരണം ചിലപ്പോ മന്ത്രി ആരാന്ന് പോലും ചോദിച്ചു കഴിഞ്ഞാൽ അതെ പറ്റില്ല. അപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്കറിയില്ല. സ്വാഭാവികമായിട്ട് എന്നെ നിലം തൊട്ടിപ്പിക്കാനേ നോക്കുള്ളൂ. ഇങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലേ, സുന്ദരമായതിനെ ഒന്നിനെയും വളർത്താൻ അനുവദിക്കില്ലെന്ന്, അതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇത് എന്തോ നമ്മളെ സമയം ശരിയല്ല. ഞാൻ നേരത്തെ തുടങ്ങിയപ്പോ ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, സമയം ശരിയല്ല. അതായത് ഇപ്പൊ ഈ സിനിമയിൽ നിന്നും കലാരംഗത്ത് നിന്നും രാഷ്ട്രീയത്തിലേക്ക് എത്തി വിജയിച്ചവരും പരാജയപ്പെട്ടവരും, എന്നാൽ വിജയിച്ചിട്ടും പരാജയമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കുറെ വ്യക്തികളുണ്ട്. ഇലക്ഷനിൽ കയറി മത്സരിച്ച് ജനങ്ങളുടെ കാര്യമൊന്നും നോക്കാൻ നേരമില്ല. ചിരിയിൽ കൂടെ നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും ടി വിയിലായാലും സിനിമയിലായാലും എപ്പോഴും നിറ സാന്നിധ്യമായിരിക്കുന്ന ഒരു വലിയ നടന്റെ കൂടെയാണ് നമ്മൾ ഇന്നുള്ളത്. രാജേഷ് പറവൂർ ചേട്ടൻ, നമസ്കാരം. അപ്പൊ ചേട്ടന്റെ കുറച്ച് വിശേഷങ്ങളും ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ചേട്ടന്റെ വീട്ടിലാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത്. രാജേഷ് ചേട്ടാ, സുഖമല്ലേ? സുഖം, അങ്ങനെയൊക്കെ പോകുന്നു. കലാജീവിതമൊക്കെ എങ്ങനെയുണ്ട് രാജേഷ് ചേട്ടാ? കുഴപ്പമില്ല, കയറ്റിറക്കങ്ങളൊക്കെ ഉണ്ടാവും. കയറി ഇറങ്ങിയൊക്കെ അങ്ങനെ പോകുന്നു. രാജേഷേട്ടാ, എനിക്ക് രാജേഷേട്ടന്റെ പേരങ്ങനെ പണ്ട് കറക്റ്റായിട്ട് അങ്ങനെ അറിയില്ലായിരുന്നു. പക്ഷെ എപ്പോഴും നമ്മൾ ഇങ്ങനെ കണ്ട് ഇങ്ങനെ പരിചയിച്ച് ഇങ്ങനെ ഉള്ള ഒരു മുഖമാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുള്ള ഒരു സംഭവമുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഇത്രയും സൗന്ദര്യവും ഇത്രയും ബോഡിയും ഇത്രയും എല്ലാം കോമഡി അസാധ്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്തുകൊണ്ടും മലയാള സിനിമയിലെ ഒരു സ്റ്റാർ ആകും എന്നൊരു കണക്കുകൂട്ടലൊക്കെ എനിക്കുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, ഇപ്പൊ ഏതെങ്കിലും ഒരു സിനിമ വന്ന ആൾക്കാർ പോലും പിറ്റേ ദിവസം നായകനായിട്ട് മാറുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ. പക്ഷെ അന്ന് അത്രയും ആർട്ടിസ്റ്റുകൾ പോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ ഞാനത് പ്രതീക്ഷിച്ചിരുന്നു, രാജേഷേട്ടനെ പോലെ ഒരാള് ഇങ്ങനെ ഒരു വലിയ സ്റ്റാറായിട്ട് മാറുമെന്നുള്ളൊരു. പക്ഷെ അങ്ങനെ ആണെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ അങ്ങനെ എത്തിയില്ലെങ്കിൽ തന്നെയും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് രാജേഷേട്ടന്റെ സുഹൃത്തുക്കളെല്ലാം അങ്ങനെ പറയാറുണ്ട്. അതെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഒരു കലാകാരന് അത്യാവശ്യം ആദ്യം വേണ്ടത് ഭാഗ്യം എന്ന് പറയുന്നൊരു സാധനം. ഭാഗ്യം, കഴിവ്, സമയം, ഇതെല്ലാം ഒന്നിച്ചു വരുമ്പോഴാണ് അവനില് ഒരു നല്ല കാര്യങ്ങൾ എപ്പോഴും സംഭവിക്കുള്ളൂ. ഉയർച്ച എന്ന് പറയുന്ന ഒരു സാധനം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്റ്റേജിൽ നിന്ന് വന്ന ഒരു കലാകാരനാണ്. അപ്പോൾ എൻ്റെ നല്ല ആ പ്രായത്തിലൊക്കെ അന്നൊക്കെ ജീവിത പ്രാരാബ്ദങ്ങൾ ഉണ്ടായിരുന്നു. കല്യാണമൊക്കെ കഴിച്ച് പിള്ളേരൊക്കെ ആയി. ഞാനൊരു 26 വയസ്സിൽ കല്യാണം കഴിച്ച ആളാണ്. 26 വയസ്സ്? അതെ. അപ്പോ അതുകൊണ്ട് തന്നെ അപ്പോ ആ കാലഘട്ടത്തില് നമ്മൾ ഈ സിനിമയ്ക്ക് പിന്നാലെ ഒന്നും പോയില്ല. കാരണം വീട്ടില് ബുദ്ധിമുട്ടുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് സ്റ്റേജിനെ ആശ്രയിച്ച്, കാരണം സ്റ്റേജ് എന്ന് പറഞ്ഞു പോകുമ്പോൾ നമ്മളെ എഗ്രിമെന്റ് ചെയ്തിട്ടാണ് സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ആ കാലഘട്ടത്തിലൊക്കെ ചെയ്തിരുന്നത്. അപ്പൊ നമ്മൾ ഒരു സ്റ്റേജ് പോലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അവരുമായിട്ട് എഗ്രിമെന്റ് ആണ്. അപ്പൊ പിന്നെ നമ്മൾ ഈ പരിപാടിക്ക് സിനിമ അതിന്റെ പിന്നാലെ ഒന്നും പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോ അതിന്റെ പിന്നാലെ ഇങ്ങനെ പോയി. പിന്നെ ചാനലുകളൊക്കെ വന്ന് സ്റ്റേജ് ഷോയൊക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ചാനലുകളിൽ സജീവമാവാൻ തുടങ്ങി. അപ്പൊ ഇത്ര നാളത്തെ ഈ അഭിനയ ജീവിതം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ രാജേഷേട്ടൻ ശരിക്കും ഹാപ്പി തന്നെയാണ്. പിന്നെ നമുക്ക് അതിനകത്ത് നമ്മള് ഒന്നും പ്രതീക്ഷിച്ചില്ല, ഇതൊന്നും പ്രതീക്ഷിക്കാതെ വന്നവനാണ്. ഇത്രയൊക്കെങ്കിലും ദൈവം തന്നില്ലേ, അതിനകത്ത് വളരെ സന്തോഷം. പിന്നെ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ട് ഇങ്ങനെ പോവുക. കുറെ സൗഹൃദങ്ങള്, യാത്രകള്, അത് ഇത്, ഫാമിലി ഇതൊക്കെ ആയിട്ട് അങ്ങനെ അതൊക്കെ കൂടി ചേർന്നതാണ് ഞാൻ. ഞാൻ വേറെ കാര്യം ചോദിച്ചാൽ, ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു നായകനാക്കി ഒരു പടം ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇതേവരെ ചെയ്തിട്ടില്ല. ഇല്ല, ഇത്രയും നാളായിട്ടുള്ള ഇല്ല, ഒരാള് പോലും എന്റെ അടുത്ത് വന്നിട്ടില്ല. ഇല്ല. രാജേട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു? ഞാനും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം എനിക്കങ്ങനെ നായകനാവണമെന്നൊന്നും ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് വലിയ ടെൻഷൻ പിടിച്ച പണിയാന്ന്.
ടെൻഷൻ പിടിച്ചല്ലോ. ഒന്നാമത്തെ നമ്മുടെ ആ ഒരു പ്രായം, ആ ഒരു ഏജൊക്കെ കഴിഞ്ഞു പോയി. പിന്നെ ഞാൻ പറഞ്ഞില്ല, ആ ഒരു നല്ല ഏജിൽ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കാനും നമുക്ക് സമയം കിട്ടിയിട്ടില്ല. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നല്ല ക്യാരക്ടറൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഒരിക്കലും ഒരു നായകനെ കുറിച്ചൊന്നും അതിപ്പോ ക്യാരക്ടർ വേഷങ്ങളിലേക്ക് രാജേട്ടനെ തേടി വരുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം, പണ്ടത്തെ കാലത്ത് മിമിക്രി ചെയ്യുന്ന എല്ലാവരും ഇവര് മിമിക്രിക്കാരാണ് എന്ന് പറഞ്ഞ് തള്ളിവിടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് 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 മിമിക്രിക്കാർ നമ്മൾ ഒരു കഥാപാത്രം ചെയ്താൽ തന്നെ ഈ നടൻ ഇത്രയും റേഞ്ച് ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന, വിസ്മയിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ പോയത്. കാരണം ഈ കോമാളികളായിട്ട് കണ്ടിട്ടുള്ള ഒരു ആർട്ടിസ്റ്റുകളും അവര് വെറും കോമാളികളല്ലായിരുന്നു എന്നും ഏറ്റവും വലിയ ടോപ്പ് നടനാണെന്നും പിന്നീടാണ് ജനങ്ങൾക്ക് മനസ്സിലാക്കി തുടങ്ങിയത്. എന്ന് പറയുന്ന പോലെ രാജേഷ് ഏട്ടന്റെ ഒരു ടേണിംഗ് പോയിന്റിന്റെ ഒരു സമയത്തേക്ക് രാജേഷ് ഏട്ടൻ എത്തുന്നുണ്ടോ? അങ്ങനെയുള്ള പ്രൊജക്ടുകൾ ഇപ്പോഴും വരുന്നുണ്ടോ? അത് രാജേട്ടൻ ഇത് ആരോടും ചോദിക്കാറില്ലെന്ന് തോന്നുന്നല്ലേ? എനിക്ക് ഇങ്ങനെ ഒരു കഥാപാത്രം ഞാൻ അങ്ങനെ ചാൻസ് ചോദിക്കലൊക്കെ ഭയങ്കര കുറവാണ്. അതൊക്കെയാണ് എന്റെ കുഴപ്പം. നമ്മള് അത് നല്ലതാണോ രാജേട്ടൻ ഈ ചാൻസ് ചോദിക്കുന്നത്? അല്ല, ചോദിക്കണം എന്നതാണ് അതിന്റെ സത്യം. കാരണം ഈ നമുക്ക് കുറിച്ച് പറയുമ്പോ എല്ലാരും പറയുന്നത് ഇപ്പോഴും പുതിയ ആൾക്കാരോട് ചാൻസ് ചോദിക്കുക. അല്ല, നമുക്ക് പറയുന്ന ഒരു വാക്കുണ്ട്, സിനിമയ്ക്ക് എന്നെ ആവശ്യമില്ല, എനിക്കാണ് സിനിമേനെ ആവശ്യം. അത് എല്ലാവരുടെ ജീവിതത്തിലും ഏതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു സത്യപരമായ സത്യമാണ്. കാരണം നമ്മളെ സിനിമയ്ക്ക് ആവശ്യമില്ല, സിനിമ എങ്ങനെയെങ്കിലും നടന്നു പോകും ആരെങ്കിലൊക്കെ ആയിട്ട്. നമ്മക്കാണ് സിനിമേനെ ആവശ്യം, നമ്മൾ അങ്ങോട്ട് ചെല്ലണം. ചാൻസസ് ചോദിക്കേണ്ടത് നമ്മൾ ചോദിക്കണം. പക്ഷെ എന്റെയൊക്കെ കാര്യത്തിലൊക്കെ ഞാനൊക്കെ ആ കാര്യത്തിലൊക്കെ പരാജയമാണ്. സൗഹൃദങ്ങള് ഒക്കെ നല്ല ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മളതൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. അവരൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുമല്ലോ എന്നൊരു ലൈനാണ്. ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഒരു അടുത്ത ഫ്രണ്ട് ഒരു സിനിമ പിടിച്ചാല് ചിലപ്പോ നമ്മൾ ചോദിക്കില്ല. അവന് ആവശ്യമുണ്ടെങ്കിൽ ചിലപ്പോ എനിക്ക് പറ്റിയതൊന്നും ഉണ്ടായിരിക്കില്ല, അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല ശരി. ചിലപ്പോ അവനെ നമ്മളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോ നമ്മൾ വിളിക്കും, അയ്യോ അവനൊരു വേഷം കൊടുക്കണം, നമ്മൾ അങ്ങോട്ട് ചോദിച്ചാലേ പുള്ളിക്കാരനെ ഓർക്കുള്ളൂ. കാരണം 100 കാര്യങ്ങളാണ് ഒരു സിനിമ എന്ന് പറയുമ്പോ, ഒരു നിസ്സാര കാര്യമല്ല. അതിനകത്ത് എത്ര നാളത്തെ അധ്വാനമാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് 100 കാര്യങ്ങൾ ചിന്തിക്കാനൊക്കെ ഉണ്ടാവും. അതിന്റെ ഇടയിൽ ഒരു കൂട്ടുകാരന് ചിലപ്പോ ഓർത്തൊന്നും വരില്ല. അപ്പൊ അത് അറിഞ്ഞിട്ട് നമ്മൾ വിളിക്കുകയാണെങ്കിൽ ചിലപ്പോ അവന്റെ മൈൻഡിൽ വെക്കും, ശരി ഞാൻ വിളിക്കാടാ, ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, നീ ഇടയ്ക്ക് തന്നെ ഒന്ന് വിളിക്കണോട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. നമ്മളത് ചെയ്യാറില്ല. നമ്മൾ ഈ ചിന്തിക്കുന്നത് അത് ശരിയല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചിന്തിക്കുന്നത് അവന്റെ പടത്തിൽ എന്തെങ്കിലും വേഷം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാതിരിക്കില്ല എന്നാണ് ചിന്തിക്കുന്നത്. അത് ശരിയല്ല എന്നതാണ് എന്റെ അനുഭവങ്ങൾ കൊണ്ടാണ് ഞാനീ പറഞ്ഞത്, എന്നെ പഠിപ്പിച്ചത്. രാജേട്ടാ, ഇപ്പം എത്തിയിരിക്കുന്ന, അതായത് ഇപ്പം ഭയങ്കര മുന്നിൽ നിൽക്കുന്ന മിമിക്രിയിൽ നിന്നും വന്ന് ഇപ്പൊ അഭിനയത്തിൽ കൂടെ ഭയങ്കര കൈയടി നേടിക്കൊണ്ട് ഇപ്പം നമ്മുടെ കോട്ടയം മറ്റേ നസീർക്കൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് അഭിനയത്തിന്റെ വേറൊരു ലെവലിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. അങ്ങനെ പല ആൾക്കാരും. അപ്പൊ ഇവരെ കുറിച്ച് ഒക്കെ ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറയാറുണ്ട്. കഥകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ സെറ്റിൽ വരുമ്പോഴത്തേക്കും എപ്പോഴും ഇങ്ങനെ ചിരിച്ച് സംസാരിച്ച്, എനിക്ക് തോന്നുന്നു ആ ഒരു സൗഹൃദ വലയം എപ്പോഴും ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് അടുത്തൊരു പ്രോജക്റ്റ്. രാജേട്ടന് ഇപ്പൊ രാജേട്ടൻ നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോഴും നമുക്ക് രാജേട്ടനോട് സംസാരിക്കാൻ തോന്നില്ല. നമ്മുടെ ഒരു എന്താ പറയാ, രാജേട്ടൻ ഇവിടെ വരുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ദൈവത്തോട് അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മളൊരു വിശുദ്ധന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് പോലെ തന്നെയാണ്, ശാന്തമായിട്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സംഭവം ഇത് സെറ്റിൽ പോയാലും രാജേട്ടൻ ഇങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ ഈ മിമിക്രിക്കാരുടെ കൂടെ സ്റ്റേജ് ഷോയിലൊക്കെ പോകുമ്പോഴും ഇങ്ങനെ മാറി ഒറ്റയ്ക്ക്? അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് വളരെ ജോളിയായിട്ട് പോകുന്ന ഒരാളാണ്. അങ്ങനെ ഒതുക്കിയൊന്നും ഇരിക്കുന്ന ഒരാളല്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അത് ആരോ പറഞ്ഞു വരുത്തുന്നതായിരിക്കും രാജേട്ടൻ ഒതുക്കിയിരിക്കുന്നതാണെന്ന്. അങ്ങനത്തില്ല. പിന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യത്തിലൊക്കെ ഇടപെടാറുള്ളൂ. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലായിടത്തും പോയി അങ്ങനെ ഇത് നമുക്ക് എങ്ങനെ ഇത് മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ അവരുടെ കൂടെ കൂടും. അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. രാജേട്ടൻ എങ്ങനെയാണ് ഈ മിമിക്രി ജീവിതത്തിലേക്ക് കടന്നത്? കാരണം പറഞ്ഞല്ലോ, വളരെ ചെറുപ്രായത്തിൽ തന്നെ എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മിമിക്രി എന്ന കല ഈ പെട്ടെന്നുണ്ടായി വീടുന്ന ഒരു കലയല്ല. അത് നമ്മള് സംസാരിക്കാൻ തുടങ്ങുന്ന ആ ടൈം മുതല് ഈ ശബ്ദങ്ങളോടും ഇങ്ങനെയുള്ള സംഭവങ്ങളോടും കേട്ട് ഇഷ്ടം തോന്നി വരണം. പിന്നെ മാത്രമല്ല, ഒരാൾക്ക് അത് പഠിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു കലയല്ല. വേറെ ഏത് കലയും എങ്ങനെയും പഠിപ്പിച്ചെടുക്കാം. പക്ഷെ മിമിക്രി എന്നൊരു കലയ്ക്ക് വ്യത്യസ്തമായ
വലിയൊരു സംഭവമാണത്. കാരണം അത് സ്വയം ആർജിച്ചെങ്കിൽ മാത്രമേ അതിലേക്ക് പൂർണ്ണമായിട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പൊ രാജേട്ടൻ ഇന്നു മുതലാണ് ഈ മിമിക്രിയിലേക്ക് ഇങ്ങനെ വന്നതും സ്റ്റേജ് ഷോയില് മാത്രമല്ല, സ്റ്റേജിലാണല്ലോ ഒരു സാധനം തെറ്റിപ്പോയാൽ തന്നെ അപ്പൊ കൂവരി കിട്ടും, ഇറങ്ങിപ്പോടാന്ന് പറയും, അല്ലെങ്കിൽ പൊളിഞ്ഞു പോയി, ഇവൻ പൊളിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് ഉള്ള ഒരു കാലഘട്ടമാണല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു ചേട്ടന്റെ ഒക്കെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ മിമിക്രിക്കാര് സ്റ്റേജിലേക്ക് അടിച്ച് തകർത്ത് വാരിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നല്ലോ. അത് നമ്മുടെ ഒരു നല്ലൊരു ടൈമായിരുന്നു അത്. മിമിക്രിക്കാരുടെ ഒരു നല്ല ടൈമില് സ്റ്റേജിൽ ഒരുപാട് ഷോകൾ ചെയ്യാനുള്ള ഒരു ഭാഗ്യമൊക്കെ നമുക്ക് കിട്ടി. ഇപ്പോ സ്റ്റേജ് ഷോസിന്റെ കാലം കഴിഞ്ഞു, കുറവാണ് ഇപ്പൊ, വളരെ കുറവാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ കോമഡിയുടെ തന്നെ തലങ്ങളൊക്കെ മാറിപ്പോയി. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 മൈക്ക് നമ്മൾ നിരത്തി വെച്ചിട്ട് സ്റ്റേജിൽ കയറി നിന്നിട്ട്, അന്നൊക്കെ ഒരു കോസ്റ്റ്യൂം പോലും ഇല്ല, ജുബയും പാന്റും ആണ് ഇടുന്നത്. എന്നിട്ട് ഒരു ഷോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാല് പെണ്ണായി, ഫീമെയിലായി. ഇന്നിപ്പോ അങ്ങനെയല്ല, ഇന്നിപ്പോ ഫീമെയില് തന്നെ വേണം. ഭയങ്കര ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അത് മാത്രമല്ല, ഈ ചാനലുകളുടെയും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഉള്ള ഈ നമ്മുടെ കോമഡി സ്കിറ്റുകളൊക്കെ കണ്ടിട്ട് ആൾക്കാർ ആ രീതിയിലാണ് വിലയിരുത്തുന്നത്. ഇപ്പൊ നമ്മളൊരു ഷൂട്ടിംഗ് ഫ്ലോറിലാണെങ്കിൽ നമുക്കിപ്പോ ഒരു പോലീസ് സ്റ്റേഷന്റെ സെറ്റ് ആണെങ്കിൽ ആ പോലീസ് സ്റ്റേഷൻ അവിടെ സെറ്റ് ഉണ്ടാവും. അതിന്റെ എല്ലാ സാധ്യതകളും നമുക്ക് ഉപയോഗപ്പെടുത്താം. പിന്നെ നമുക്ക് ഹെഡ് ഡൗൺ മൈക്കുകൾ ഉണ്ടാവും, നമുക്ക് ഓടി നടന്ന് പെർഫോം ചെയ്യാം. പിന്നെ മേക്കപ്പ് ഉണ്ടാവും, കോസ്റ്റ്യൂം ഉണ്ടാവും, എല്ലാത്തിന്റെയും സപ്പോർട്ട് ഉണ്ടാവും. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പരിമിതി ഉണ്ടല്ലോ. വെറുതെ ഒരു വൈറ്റ് കത്തന്റെ ഫ്രണ്ടിൽ 4 മൈക്ക് നിരത്തി വെച്ചിട്ട് പോലീസുകാരനാണെന്ന് പറഞ്ഞാൽ പോലീസുകാരന് അങ്ങനെ നിന്ന് നമ്മൾ ചെയ്യണം. അപ്പൊ അതും ഇതും കൂടി ജനങ്ങൾ താരതമ്യം ചെയ്യണം. അപ്പോ അവർക്ക് ഇത് ഭയങ്കര ഫ്ലോപ്പായിട്ടാണ് തോന്നുന്നത് സ്റ്റേജിൽ. അവര് അത് കണ്ടിട്ട് സ്റ്റേജ് ഞങ്ങളുടെ അമ്പലത്തിൽ വന്ന് കളിച്ചിട്ട് ഒരു സുഖം ഉണ്ടായില്ല എന്ന് പറഞ്ഞത് അത് ഇതിന്റെ പ്രശ്നമാണത്. പണ്ടൊക്കെ അത് മതിയായിരുന്നു ജനങ്ങൾക്ക്. അന്നൊന്നും ചാനലുകളിൽ ഇത്രയും സ്കിറ്റുകളുടെ ഒന്നും കടന്നേറ്റം ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ അത് മതിയായിരുന്നു. ഇന്നിപ്പോ അത് പോരാ. മാത്രമല്ല, ഈ ഒരു സ്കിറ്റ് ഇപ്പൊ ഒരു സ്ഥലത്ത് കളിച്ചു കഴിഞ്ഞാൽ ആ സ്കിറ്റ് വേറൊരു സ്ഥലത്ത് കളിക്കാൻ പറ്റാത്ത, അത് ചാനലിൽ കണ്ടത് പോലും ചെയ്യാൻ പാടില്ല. സ്റ്റേജിന് വേണ്ടി മാത്രം വേറെ പ്രത്യേകിച്ച് നമ്മൾ റെഡിയാക്കി വെച്ചേക്കാണ്. അത് കണ്ടതാണ്, ഇത് ഞങ്ങൾ കണ്ടതല്ലേ, ഇത് കാണാനായിരുന്നോ? അങ്ങനെ ഞങ്ങൾക്ക് ടിവിയിൽ ഇരുന്ന് കണ്ടാ പോരെ, അല്ലെങ്കിൽ ഫോണിൽ ഇരുന്ന് കണ്ടാ പോരെ? ഇത് കാണാൻ എന്തിനാ ഞങ്ങൾ ഉറക്കൊഴിച്ച് അമ്പലത്തിൽ വന്നത് അല്ലെങ്കിൽ പള്ളിയിൽ വന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ കാലഘട്ടം മാറി, കോമഡിയുടെ ഒക്കെ തലമൊക്കെ ഒരുപാട് മാറി. മറ്റേ മിമിക്രിയിലേക്കുള്ള ഒരു കടന്നുവരവിനെ കുറിച്ച് പറഞ്ഞില്ല. എന്റെ വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനത് ഒത്തിരിയേറെ പറഞ്ഞേക്കണാണ്. ഞാൻ സ്കൂൾ കാലഘട്ടം തുടങ്ങി ആണ് ഇതിനകത്തേക്ക് ഇങ്ങനെ പതുക്കെ നാടകങ്ങളിലും മോണാക്റ്റും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ സജീവമായിട്ട് ഇങ്ങനെ വന്നതാണ്. പിന്നെ ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു മിമിക്രി ടീം ഉണ്ടായിരുന്നു. ആ ടീമിൽ കൂടെയാണ് പതുക്കെ വന്നത്. രാഷന്റെ ട്രൂപ്പ് ഏതായിരുന്നു രാഷന്റെ?